ഡിജിറ്റൽ ഇമേജിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് മെട്രിക് സൈസ്, പിക്സൽ ഡെപ്ത്ത്, അതുപോലെ റെസൊല്യൂഷൻ. അങ്ങനെ 3 കാര്യം വെച്ചിട്ടാണ് അത് ക്യാരക്ടറൈസ് ആക്കുന്നത്. ഏതൊക്കെയാണ്? മെട്രിക് സൈസ്, പിക്സൽ ഡെപ്ത്ത് ആൻഡ് റെസൊല്യൂഷൻ. എന്താണ് മെട്രിക് സൈസ്? മെട്രിക് സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് ഇൻ എൻ ഇമേജ്. അതായത് നമ്മൾ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് കോളംസ് m ആണ്, നമ്പർ ഓഫ് റോസ് n ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെട്രിക് സൈസ് എന്ന് പറയുന്നത് m/n ആയിരിക്കും. അപ്പോൾ ഈ മെട്രിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അതിൻ്റെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തും കൂടും, അതിൻ്റെ റെസൊല്യൂഷൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പിക്സൽ ഡെപ്ത്ത് ആണ്. എന്താണ് പിക്സൽ ഡെപ്ത്ത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സൽ. ഒരു പിക്സലിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട്, അതാണ് പിക്സൽ ഡെപ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് റെപ്രസെൻറ്റ് ദ കളർ ലെവൽസ് ഓഫ് ഈച്ച് പിക്സൽസ് ഇൻ എൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ കളർ ലെവൽസ് നോക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് പിക്സൽ ഡെപ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമേജ് ഷാർപ്പനിങ് ആൻഡ് റിസ്റ്റോറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ നമ്മൾ ഇമേജസ് ക്യാപ്ചർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതായത് എന്താണ് ഇമേജ് ഷാർപ്പനിങ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് പ്രോസസ് ഇമേജസ് ദാറ്റ് ഹാവ് ബീൻ ക്യാപ്ചർഡ് ഫ്രം ദ മോഡേൺ ക്യാമറ ടു മേക്ക് ദം എ ബെറ്റർ ഇമേജ് ഓർ ടു മാനിപ്പുലേറ്റ് ദോസ് ഇമേജസ് ഇൻ എ വേ ടു അച്ചീവ് ഡിസൈർ റിസൾട്ട്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത ഒരു ഇമേജിനെ എന്താക്കുന്നു, ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ആക്കുന്നു. എങ്ങനെ? മാനിപ്പുലേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ ഷാർപ്പനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇമേജ് സൂമിങ്, ബ്ലറിങ്, ഷാർപ്പനിങ്, ഗ്രേ സ്കെയിൽ ടു കളർ, ഇമേജ് റിട്രീവൽ, അതുപോലെ ഇമേജ് റെക്കഗ്നീഷൻ. ഇത് നമുക്ക് നോക്കാനുള്ളത് സ്പേഷ്യൽ ആൻഡ് ഗ്രേ ലെവൽ റെസൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞ റെസൊല്യൂഷൻ എന്താണ്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൗണ്ട് ഓഫ് പിക്സൽസ് ഇൻ എ ഡിജിറ്റൽ ഇമേജ്. അതായത് ഇപ്പോൾ ഒരു ഇമേജിൽ എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടാണ് എന്തെന്ന് പറയുന്നത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ m റോസ് ഉണ്ട്, n കോളംസ് ഉണ്ടെങ്കിൽ m/n ആയിരിക്കും അതിൻ്റെ റെസൊല്യൂഷൻ. ഇനി എന്താണ് പിക്സൽ റെസൊല്യൂഷൻ? പിക്സൽ റെസൊല്യൂഷൻ വെച്ചാൽ വിഡ്ത്ത് ഓഫ് പിക്ചർ ടു ദ ഹൈറ്റ് ഓഫ് പിക്ചർ. അതായത് പിക്സൽസ് അക്രോസ് കോളംസ് ടു പിക്സൽസ് അക്രോസ് റോ. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിക്സൽ റെസൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പിക്ചറിൻ്റെ വിഡ്ത്ത്, അത് പിക്ചറിൻ്റെ ഹൈറ്റ്, അതാണ് പിക്സൽ റെസൊല്യൂഷൻ. ഓക്കെ, ഈ പിക്സൽ റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക് സൈസ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ പിക്സൽ റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കൂടും. ഓക്കെ, ഇനി എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഡിസേർണബിൾ ഡീറ്റെയിൽ ഇൻ എൻ ഇമേജ്. അതായത് എത്രത്തോളം ആ ഇമേജ് നമുക്ക് ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, അതാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പിക്സൽസ് വാല്യൂസ് പെർ ഇഞ്ച്. പിക്സൽ വാല്യൂസ് പെർ ഇഞ്ചാണ് എന്തെന്ന് പറയുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇതാണുള്ളത്. ഒന്ന് ഡോട്ട്സ് പെർ ഇഞ്ച്, ഒന്ന് ലൈൻസ് പെർ ഇഞ്ച്, ഒന്ന് പിക്സൽസ് പെർ ഇഞ്ച്. ഫസ്റ്റ് ഡോട്ട്സ് പെർ ഇഞ്ചാണ്. ഡോട്ട്സ് പെർ ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണിറ്റേഴ്സിൽ, അതായത് കളർ TV മോണിറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ലൈൻസ് പെർ ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ പ്രിൻറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിക്സൽസ് പെർ ഇഞ്ച് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺസ്, ടാബ്ലറ്റ്സ്, അതിലൊക്കെയാണ് പിക്സൽസ് പെർ ഇഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ് ഗ്രേ ലെവൽ റെസൊല്യൂഷൻ. എന്താണ് ഗ്രേ ലെവൽ റെസൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കളറിൻ്റെ ഇൻഫോർമേഷൻ അല്ല, ജസ്റ്റ് ആ ഗ്രേയുടെ ലെവൽ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഷെയ്ഡ്സ് എത്രത്തോളം ചേഞ്ച് ഒരു ഇമേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു റെസൊല്യൂഷൻ കാണിക്കുന്നതാണ് ഗ്രേ ലെവൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, L = 2⁻k എന്ന് പറയുന്നത്. കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? log L⁻2 കണ്ടുപിടിച്ചാൽ കെയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്, അത് നോക്കണം. ഇനി അടുത്തെന്ന് പറയുന്നത് നെയ്ബേഴ്സ് ഓഫ് പിക്സലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കുറേ പിക്സൽസ് ഉണ്ടല്ലോ ഒരു ഇമേജിൽ, അതിലൊരു പിക്സൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബേഴ്സ് ഏതൊക്കെയാണ് വരിക? അത് എങ്ങനെയായിരിക്കും? 4 നെയ്ബേഴ്സ് ഉണ്ട്, 8 നെയ്ബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയഗണലായിട്ട് നെയ്ബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നോക്കാം. അതായത് ഇപ്പോൾ x,y ആണ് നമ്മുടെ പിക്സൽ എങ്ങനെയെങ്കിൽ അതിന് നെയ്ബേഴ്സ് ഓഫ് പിക്സൽ, അതായത് 4 നെയ്ബേഴ്സിൽ 2 പിക്സൽ വെർട്ടിക്കലും 2 പിക്സൽ ഹൊറിസോണ്ടലായിരിക്കും. അതെങ്ങനെയൊക്കെയാണ്? x+1y, x-1y, x,y+1, x,y-1. 4 നെയ്ബേഴ്സ് പോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഡയഗണൽ നെയ്ബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് x+1, y+1, x+1, y-1, x-1, y+1, x-1, y-1. അങ്ങനെ 4 ഡയഗണലായിട്ടുള്ള നെയ്ബേഴ്സ് നമുക്ക് വരുന്നുണ്ട്.
ഓക്കെ. ഇനി അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അഡ്ജസൻസി നമ്മൾ പറയുന്നത്. അഡ്ജസൻസി 4 അഡ്ജസൻസി ഉണ്ട്, 8 അഡ്ജസൻസി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും 4 അഡ്ജസൻസി വരിക, ഇതായിരിക്കും എന്ത് വരിക 8 അഡ്ജസൻസി വരിക. ഓക്കെ. 8 അഡ്ജസൻസിയിൽ ജസ്റ്റ് 4 അഡ്ജസൻസിയും പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് കൂടി വരും. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. 4 പാത്ത്, 8 പാത്ത്, M പാത്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇട്ട് തരാം. അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് കണക്ടിവിറ്റിയാണ്. അതായത് 2 പിക്സൽ എപ്പോഴാണ് കണക്റ്റഡ് ആവുമെന്ന് പറയുന്നത് വെച്ചാൽ അവർ തമ്മിൽ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയാം. അതാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റീജിയൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇമേജ് എടുത്തു. ആ ഇമേജിൻ്റെ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പിക്സൽസിൻ്റെ ഇമേജാണ്. ആ ഇമേജിലുള്ള പിക്സൽസിൻ്റെ സബ്സെറ്റാണ് എന്തെന്ന് പറയുന്നത് റീജിയനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഒരു ഇമേജിൻ്റെ ഭാഗം ബൗണ്ടറിയിലാവണത് എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റീജിയൻ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് പിക്സൽസ് കാണുമല്ലോ. ആ പിക്സൽസ് അല്ലാണ്ട് നെയ്ബറായിട്ട് വേറെ 1 or 2 പിക്സൽസ് കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ അറ്റത്ത് ഈ ഒരു പിക്സൽ നോക്കുകയാണെങ്കിൽ ഇതിനിപ്പോൾ നെയ്ബറായിട്ട് ഇവിടുത്തെ എല്ലാ പിക്സൽസ് കാണും, പക്ഷെ പുറത്തായിട്ട് ഇതിന് നെയ്ബർ ആവാലോ. അപ്പോൾ അങ്ങനെ 1 or 2 പിക്സൽസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോയിൻറ്റ്സൊക്കെ എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി എന്ന് പറയുന്നത് ശരിക്കും റീജിയൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷേ അതിൻ്റെ നെയ്ബറിങ് പിക്സൽസ് ആറിലല്ലാത്ത 1-2 പിക്സൽസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷേഴ്സാണ്. അത് 2 പിക്സൽ തമ്മിൽ നമുക്ക് 3 തരത്തിലുള്ള ഡിസ്റ്റൻസ് നമുക്കുണ്ട്. ഒന്നെന്ന് പറയുന്നത് യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. അതായത് റൂട്ട് ഓഫ് ഇപ്പോൾ ഒരു പിക്സൽ എന്ന് പറയുന്നത് XY ആണ്, മറ്റ് പിക്സലിൻ്റെ ST ആണെങ്കിൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൂട്ട് ഓഫ് X - X ഹോൾ സ്ക്വയർ പ്ലസ് Y - T ഹോൾ സ്ക്വയർ. D4 ഡിസ്റ്റൻസ് ആണെങ്കിൽ X - Sൻ്റെ മോഡുലസ് പ്ലസ് മോഡുലസ് ഓഫ് Y - T. അതുപോലെ D8ൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് X - X S, Y - T. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഈ 3 ഫോർമുലാസും ജസ്റ്റ് നോക്കി വയ്ക്കുക. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, D4 ഡിസ്റ്റൻസ്, D8 ഡിസ്റ്റൻസ്.